കർണാടകയിലെ NDA സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെയും മാത്യു ടി തോമസിന്റെയും ചിത്രം ഉപയോഗിച്ചതിൽ വിവാദം. പോസ്റ്റർ വ്യാജമെന്നും മലയാളിയാണ് പോസ്റ്ററിന് പിന്നിലെന്നുമാണ് JDS സംസ്ഥാന ഘടകത്തിന്റെ ആരോപണം. JDS ദേശീയ നേതൃത്വവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും നിയമ നടപടി സ്വീകരിക്കുമെന്ന് JDS സംസ്ഥാന അധ്യക്ഷൻ മാത്യു ടി തോമസും പറഞ്ഞു. S ശ്യാംകുമാർ കൂടുതൽ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട്. ശ്യാം, എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? വീണ, സമൂഹ മാധ്യമങ്ങളിലാണ് JDSന്റെ സംസ്ഥാന നേതാക്കൾ, പ്രത്യേകിച്ച് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെയും സംസ്ഥാന പ്രസിഡന്റ് മാത്യു ടി തോമസിന്റെയും ചിത്രങ്ങൾ ഉപയോഗിച്ച് കർണാടകത്തിൽ NDA സ്ഥാനാർത്ഥിക്ക് വേണ്ടി പോസ്റ്ററുകൾ പ്രചരിക്കുന്നുവെന്ന ഒരു ചിത്രം പ്രചരിച്ചത്. ഇതിന് പിന്നാലെയാണ് ഇത് വ്യാജമാണ് ഈ ചിത്രമെന്ന ആരോപണവുമായി JDSന്റെ നേതാക്കൾ തന്നെ രംഗത്തെത്തിയത്. ഇതിൽ DGPക്ക് പരാതി നൽകുമെന്നും JDSന്റെ നേതൃത്വം വ്യക്തമാക്കിയിരുന്നു. കൊല്ലം സ്വദേശിയായ ഒരാളാണ് ഇത്തരം ചിത്രം തയ്യാറാക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തത് എന്നുള്ളതാണ് JDS നേതൃത്വം പറയുന്നത്. ഇത് സംബന്ധിച്ച് DGPക്ക് പരാതി അല്പസമയത്തിനകം നൽകുമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ഈ ചിത്രം രാഷ്ട്രീയമായി ഉപയോഗിച്ചതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ട് എന്നുള്ളതാണ് JDS നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. പാലക്കാട് ജില്ലാ സമ്മേളനത്തിൽ ഉപയോഗിച്ച നേതാക്കളുടെ ചിത്രമാണ് ഈ വ്യാജ പോസ്റ്റർ തയ്യാറാക്കാനായി ഉപയോഗിച്ചതെന്നും JDS നേതാക്കൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും രാഷ്ട്രീയ ആരോപണങ്ങൾ ശക്തമായിട്ടുണ്ട്. LDFന്റെ ഭാഗമായ JDS കേരളത്തിൽ നിൽക്കുമ്പോൾ തന്നെ കർണാടകത്തിൽ അതേ നേതാക്കളുടെ ചിത്രങ്ങൾ ഒരു BJP NDA സ്ഥാനാർത്ഥിയുടെ പ്രചരണ പോസ്റ്ററിൽ പ്രത്യക്ഷപ്പെട്ടത് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ ഇപ്പോൾ ഇവിടെ പ്രചരണ ആയുധവുമാക്കിയിട്ടുണ്ട്. വീണ, കൊച്ചിയിൽ നിന്ന് S ശ്യാംകുമാറാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകി.